പ്രിയപ്പെട്ട സിനർജി കുടുംബാംഗങ്ങളെ, ഞാൻ മിനു ട്രീസ എബ്രഹാം. ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് സന്തോഷത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ താമസിക്കുന്നത് നോർവേയിലാണ്. വളരെ ഉയർന്ന സന്തോഷ സൂചികയുള്ള ഈ നാട്ടിലെ ജീവിത രീതികളും നമ്മുടേതുമായി താരതമ്യം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇവരെത്ര സന്തോഷമായിരിക്കുന്നത് എന്ന് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മിൽ പലരും, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന പലരും, ജീവിതത്തെ ഒരു വലിയ പോരാട്ടമായിട്ടാണ് കാണുന്നത്. ഒരിക്കലും തീരാത്ത ഒരു മത്സരമായിട്ടോ, അല്ലെങ്കിൽ വലിയ വലിയ നേട്ടങ്ങളൊക്കെ നേടേണ്ട ഒരു ദൗത്യമായിട്ടോ ഒക്കെ. ഈ ദൗത്യത്തിൽ നാം തന്നെ നിർവചിച്ചു വെച്ചിരിക്കുന്ന കുറേയേറെ കടമകളുണ്ട്. നല്ലൊരു ജോലി, വലിയൊരു വീട്, ധാരാളം സമ്പത്ത്, അങ്ങനെ നീണ്ട ഒരു പട്ടിക. എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം ഉള്ളവർ സന്തോഷവാന്മാരാണോ എന്ന് നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. അതങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് സന്തോഷമായിരിക്കുവാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന്റെ പ്രസക്തി. ലോക ജനതകളിൽ ഏറ്റവും സന്തോഷവാന്മാർ ആര് എന്ന് കണ്ടെത്തുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സ് അഥവാ സന്തോഷ സൂചികയുടെ അടിസ്ഥാനത്തിലാണ്. സ്വാതന്ത്ര്യബോധം, സാമ്പത്തിക സമൃദ്ധി, സാമൂഹിക സുരക്ഷ, ആരോഗ്യ പരിചരണം, വ്യക്തിഗത സ്വാതന്ത്ര്യം, അഴിമതിയില്ലായ്മ, കുടുംബ ബന്ധങ്ങൾ എന്നിവയാണ് ഈ റാങ്കിങ്ങിന്റെ പ്രധാന ഘടകങ്ങൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ആഗോളതലത്തിൽ ഈ റാങ്കിങ്ങിൽ നാം വളരെ പിൻപിലാണ്. എന്നാൽ കനത്ത ശൈത്യവും നീണ്ട രാത്രികളുമൊക്കെ അനുഭവിക്കുന്ന ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും സന്തോഷവാന്മാരായ ആളുകളായാണ് കണക്കാക്കപ്പെടുന്നത്. ഉത്തര ധ്രുവത്തോട് അടുത്ത് കിടക്കുന്ന ഈ പ്രദേശങ്ങളിൽ വളരെ ദുർഘടമായ പല സാഹചര്യങ്ങളെയും അതിജീവിച്ചാണ് മനുഷ്യർ ജീവിതം തന്നെ സാധ്യമാക്കുന്നത്. എന്നിട്ടും എങ്ങനെയാണ് അവർ ഇത്ര സന്തോഷവാന്മാരായിരിക്കുന്നത്? വളരെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവുമുള്ള നാടാണ് ഇന്ത്യ. ഇവിടെ ജനിച്ചതും വളർന്നതുമായ എല്ലാ മതങ്ങളും സംസ്കാരങ്ങളും നമ്മെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ പല മാർഗങ്ങളും പഠിപ്പിച്ചു തരുന്നുണ്ട്. സന്തോഷപ്രണാം സുഖം എന്ന ഹൈന്ദവ ആശയം തൃപ്തിയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പഠിപ്പിക്കുന്നു. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ ഉള്ളതിൽ സംതൃപ്തനാകുമ്പോഴാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത്. ബുദ്ധമതം ഉദ്ബോധനം ചെയ്യുന്നത് മധ്യപാത അഥവാ മിഡിൽ പാത്ത് പിന്തുടരുവാനാണ്. അമിതമായ ആഗ്രഹവും പൂർണ്ണമായ ത്യാഗവും സന്തോഷം നൽകുന്നില്ല. ക്രിസ്തുമതവും ഇസ്ലാമും പറയുന്നത് സ്വയം സ്നേഹിക്കുന്നത് പോലെ അയൽക്കാരെയും സ്നേഹിക്കുവാനാണ്. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ സന്തോഷം കണ്ടെത്തുവാനാണ്. ഈ സന്ദേശങ്ങളിൽ പലതും പഠിച്ചു വളർന്നിട്ടും ഒരു സമൂഹം എന്ന നിലയിൽ ഇവ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയാതെ പോകുമ്പോഴാണ് നമ്മുടെ സന്തോഷം നഷ്ടമാകുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്ന നോർവേയിലെയും നമ്മുടെ നാട്ടിലെയും ജീവിത രീതികൾ പരിഗണിക്കുമ്പോൾ നമ്മുടെ രീതികൾ, അതിന്റെ ലക്ഷ്യങ്ങൾ എല്ലാം വളരെ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാകും. നാം വളർന്നത് കുടുംബത്തെയും സമൂഹത്തെയും വളരെയേറെ അവലംബിക്കുന്ന ഒരു രീതിയിലാണ്. ഒരാൾ സന്തോഷമായിരിക്കണമെങ്കിൽ അയാൾ കുടുംബത്തിനും സമൂഹത്തിനും പ്രിയപ്പെട്ടവനാകണം. കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും അവരെ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരായി വളർത്തുവാനാണ് നാം ശ്രമിക്കാറുള്ളത്. ഇത് വളരെ മനോഹരമായ ഒരു തത്വമാണ് എന്നിരിക്കെ പലപ്പോഴും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും നമ്മുടെ സ്വഭാവത്തിനും സ്വാതന്ത്ര്യത്തിനും ഒരു വിലങ്ങുതടിയായി മാറുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്ത നമ്മെ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നു. നോർവേ പോലെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ വ്യക്തികൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് കുടുംബ ബന്ധങ്ങൾ വളരെ പ്രധാനമാണ് എങ്കിൽ കൂടി വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന് ഇവിടെ വളരെയേറെ പ്രാധാന്യമുണ്ട്. കുടുംബമോ സമൂഹമോ അവരുടെ സ്വന്തം സ്വാതന്ത്ര്യങ്ങൾക്ക് ഒരു വിലങ്ങുതടിയാവുന്നില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുമ്പോൾ തന്നെ സ്വന്തം താല്പര്യങ്ങൾക്ക് വ്യക്തിജീവിതത്തിൽ പ്രാധാന്യം നൽകാൻ ഇവർ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുന്നു. ഇത് ശീലിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുവാനും പൊതുവായ കാര്യങ്ങളിൽ ദുരഭിമാനം മാറ്റിവെച്ചുകൊണ്ട്
എല്ലാ അഭിപ്രായങ്ങളും വിവേകപൂർവ്വം പരിഗണിക്കുവാനും ഇവർക്ക് സാധിക്കുന്നു. പ്രസിദ്ധമായ ഒരു നോർവീജിയൻ കുട്ടിക്കഥയിൽ പരാമർശിക്കുന്ന ഒരു നിയമമുണ്ട്, കാർഡമോമിൻ ലോവൻ എന്നറിയപ്പെടുന്ന ഈ നിയമത്തിന്റെ സാരാംശം ഇങ്ങനെയാണ്: യു ഷുഡിൻ ബോദർ അതേഴ്സ്, യു ഷുഡ് ബി പൊളൈറ്റ് ആൻഡ് കൈൻഡ്, ആൻഡ് അതർവൈസ് യു കൻ ഡു വാട്ട് എവർ യു വാണ്ട്. നിങ്ങൾ കരുണയുള്ളവരായിരിക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം. ചെറുപ്പത്തിൽ പഠിക്കുന്ന ഈ നിയമം ഇവിടുത്തെ സമൂഹത്തിൽ ആളുകൾ കൃത്യമായി പിന്തുടരുവാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ മറ്റൊരു പ്രത്യേകത നിരന്തരമായ താരതമ്യമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ മാർക്കുകളിൽ തുടങ്ങുന്ന ഈ താരതമ്യം നമ്മുടെ സന്തോഷത്തെ ചെറുതായൊന്നുമല്ല ബാധിക്കുന്നത്. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ നമ്മെ അസ്വസ്ഥമാക്കാറുണ്ടോ? അയൽവാസി പുതിയൊരു കാർ വാങ്ങിയാൽ അതിനേക്കാൾ മികച്ചത് വേണമെന്ന് നമുക്ക് തോന്നാറുണ്ടോ? മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അവരെ അഭിനന്ദിക്കുമ്പോഴും ഉള്ളിൽ ചെറിയൊരു അസ്വസ്ഥത തോന്നാറുണ്ടോ? റാണി പത്മിനി എന്ന സിനിമയിൽ ശ്രദ്ധയുടെ കഥാപാത്രം പറയുന്നത് പോലെ, ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം വന്നു എന്ന് കേൾക്കുമ്പോൾ നെഞ്ചിനകത്തൊരു വിങ്ങൽ. ഈ ചിന്തകൾ പലപ്പോഴും നമ്മുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനുള്ള അവസരം നമുക്ക് നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നാടുകളിലൊക്കെ ഈ താരതമ്യം വളരെ കുറവാണ്. എനിക്ക് എന്തു വേണം എന്തു വേണ്ട എന്ന് മനസ്സിലാക്കി ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാനാണ് ഇവിടെയുള്ള ആളുകൾ കൂടുതൽ ശ്രമിക്കാറുള്ളത്. ലാഗോ എന്ന സ്വീഡിഷ് സങ്കല്പം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. നോട്ട് ടു മച്ച്, നോട്ട് ടു ലിറ്റിൽ, ജസ്റ്റ് ദ റൈറ്റ് എമൗണ്ട് എന്നതാണ് ഈ ആശയം. നമുക്ക് ജീവിക്കാൻ ആവശ്യമായത് ഉണ്ടായിരിക്കുക, അതിനേക്കാൾ കൂടുതലൊട്ട് വേണ്ടതാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിൽ തൃപ്തിയും സന്തോഷവും കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. വർക്ക് ലൈഫ് ബാലൻസ് എന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. നമ്മുടെ ജീവിത രീതിയിൽ ജോലി ഒരു വലിയ ലക്ഷ്യമാണ്. പലപ്പോഴും ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മെ നിർവചിക്കുന്നത് പോലും നമ്മുടെ ജോലിയാണ്. അതിനാൽ തന്നെ ജോലി കൃത്യമായി ചെയ്യുവാനും അതിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുവാനും എത്ര സമ്മർദ്ദവും അനുഭവിക്കുവാൻ നാം തയ്യാറാകും. ഇതിനാൽ തന്നെ കൃത്യമായി വിശ്രമിക്കുവാനോ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒത്ത് നന്നായി സമയം ചെലവഴിക്കുവാനോ നമുക്ക് കഴിയാതെ പോകുന്നു. എന്നാൽ നോർവേ പോലുള്ള രാജ്യങ്ങളിൽ പൊതുവെ എല്ലാ ജോലി സ്ഥലങ്ങളും അമിത ജോലിയും സമ്മർദ്ദവും കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ജീവിതവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുവാനും വിശ്രമവേളകൾ ആനന്ദകരമാക്കുവാനും ഇവർ ശ്രമിക്കാറുണ്ട്. ഇക്കാരണത്താൽ തന്നെ ജോലി സ്ഥലങ്ങളിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇവിടെയില്ല. പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുന്ന സർക്കാരും ഉത്തരവാദിത്വത്തോടെ കടമകൾ നിറവേറ്റുന്ന പൗരന്മാരെയുമാണ് ഈ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. വളരെ സുതാര്യമായ ക്രയവിക്രയങ്ങൾ നടക്കുന്നതിനാൽ തന്നെ പൂർണ്ണമായും അഴിമതി മുക്തമായ ഒരു ഘടനയാണ് ഇവിടുത്തെ സമൂഹത്തിനുള്ളത്. വളരെ ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്ന ജോലി സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോടും അവരുടെ അഭിപ്രായങ്ങൾ വിയോജിക്കുവാനും സ്വന്തം അഭിപ്രായം പറയുവാനും എല്ലാവർക്കും കൃത്യമായ സ്വാതന്ത്ര്യമുണ്ട്. പ്രകൃതിയോടൊത്ത് ഏറെ സമയം ചെലവഴിക്കുവാനും കളികളിലും വ്യായാമങ്ങളിലും ഏർപ്പെടുവാനും ഇവിടുത്തെ ജനങ്ങൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. ആരോഗ്യമായ ശരീരത്തിലാണ് ആരോഗ്യമായ മനസ്സുള്ളത് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള നോർവീജിയൻ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നാം തന്നെയാണെന്നാണ്. മറ്റുള്ളവരുടെ ജീവിതത്തെയും ജോലിയിലെ പ്രശ്നങ്ങളെയും ഒക്കെ ഓർത്ത് സമയം പാഴാക്കി കളഞ്ഞാൽ നമുക്ക് സന്തോഷമായി ഇരിക്കാനുള്ള വിലപ്പെട്ട നിയമങ്ങളാണ് നാം നഷ്ടമാക്കുന്നത്. ഓരോ ചെറിയ കാര്യങ്ങളിലും നാം കണ്ടെത്തുന്ന സംതൃപ്തിയാണ് സന്തോഷം. അത് ദൂരെയുള്ള ലക്ഷ്യങ്ങൾ നേടുമ്പോൾ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാൻ നമുക്ക് ശ്രമിക്കാം. നന്ദി.